ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്ട്രോൺ ഉണ്ട്, പഴയ മോഡൽ മാസ്ട്രോ. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ടാണ്. സെൽഫിലും സ്റ്റാർട്ടാവുന്നില്ല, കിക്കറിലും സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചതിൻ്റെ മെയിൻ റീസൺ കാർബേറ്ററാണ് കേട്ടോ. ഇതിനകത്ത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഫംഗസ് പിടിച്ചണ പോലെയൊക്കെ ആണ് മെയിനായിട്ട്. ഫ്ലോട്ട് വാൽവൊക്കെ സ്റ്റക്കായിരുന്നു, അതേപോലെ സ്ലോ ജെറ്റ് അടഞ്ഞു പോയേക്കാണ്. അങ്ങനെ കുറച്ച് കംപ്ലയിൻസുകളാണ് കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വന്നേനെ. പിന്നെ ജസ്റ്റ് കാർബേറ്ററിൻ്റെ ഭാഗം അങ്ങനെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ എയർ ഫിൽറ്ററും പ്ലഗൊക്കെ ചെക്ക് ചെയ്ത്. എയർ ഫിൽറ്ററൊക്കെ ഇരിക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, പുത്തൻ ഫിൽറ്റർ ഇരിക്കണേ. പ്ലഗിനും വലിയ പഴക്കമായിട്ടില്ല, പക്ഷേ പ്ലഗിനകത്തേക്ക് കുറച്ചൊക്കെ കരിയുടേതായിട്ടുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിലവിൽ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കായിട്ട് പെട്രോളിൻ്റെ കൺസപ്ഷൻ, അതായത് പെട്രോൾ മിക്സ് കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലുകയും അതിൻ്റെ ഉള്ളിൽ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തതാണ് മെയിനായിട്ട് വന്നതാണ് റീസൺ. അപ്പോൾ നമുക്ക് കാർബേറ്റർ അസംബ്ലി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. അതിപ്പോഴത്തെ പെട്രോൾ E20 പെട്രോൾ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്നൊരു കംപ്ലയിൻ്റാണ്. ആ കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് വന്നേക്കുന്ന ഒരു പ്രോബ്ലമാണ് മെയിനായിട്ടത്. ഈ E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് ഒന്ന് കാർബേറ്റർ കംപ്ലയിൻറ്റ് വരും. പിന്നെ ഉള്ളത് ടാങ്കിൻ്റെ അടിയിൽ വെള്ളം പോലെ ഫോം ചെയ്തിട്ട് ടാങ്ക് തുരുമ്പിട്ട് പോവാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു ടാപ്പ് ഇരിക്കുന്നുണ്ട്, അതായിരിക്കണം അലുമിനിയം ടാപ്പ്. ആ ടാപ്പ് കംപ്ലയിൻറ്റ് വരാം. ആ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കും, അത് കംപ്ലയിൻറ്റ് വരാം. അതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ ആ ഫ്യൂലിൻ്റെ പൈപ്പ് ഇങ്ങനെ വികസിച്ചൊരു ഫ്ലെക്സിബിളായി പോവുക, അതുവഴി ലീക്ക് വരാം, പൈപ്പ് വണ്ട് കുത്തി പൊട്ടിക്കുക. അതൊക്കെയാണ് മെയിനായിട്ട് E20 പെട്രോൾ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന കംപ്ലയിൻറ്റ് കേട്ടോ. ഇപ്പോൾ നിലവിലിപ്പോൾ കാർബേറ്ററിന് നമുക്ക് പണിയുണ്ട്. ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് നോക്കാം. കാർബേറ്റർ ക്ലീൻ ചെയ്തിട്ട് നോക്കുമ്പോൾ ഓവർഫ്ലോ വരാതിരിക്കുകയാണെങ്കിൽ ഭാഗ്യം. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ പിന്നെ കാർബേറ്റർ അസംബ്ലിയും കൂടി മാറ്റേണ്ടതായിട്ട് വരും. അപ്പം നിലവിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഒരു 90% ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഒരു 10% ക്ലീൻ ചെയ്താൽ കിട്ടുമെന്നുള്ളൊരു ഉറപ്പുള്ളൂ കേട്ടോ. നമുക്ക് ആ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് നോക്കാം, വേറെ ഓപ്ഷനില്ല. നമുക്ക് അത് ക്ലീൻ ചെയ്ത് നോക്കാം. പിന്നെ നിലവിൽ ഫ്യൂലിൻ്റെ ടാപ്പും കംപ്ലയിൻ്റാണ്. ഫ്യൂൽ ടാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് പെട്രോൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ടാപ്പില്ല. ബൈക്കുകളെ അപേക്ഷിച്ച് ബൈക്കിനൊക്കെ ഓൾറെഡി അതുണ്ടാവും, സ്കൂട്ടറുകൾക്ക് അങ്ങനെ ഇല്ല. അതൊരു വാക്വം വെച്ചിട്ട് വർക്ക് ചെയ്യുക, അതായിരിക്കുന്ന ടാപ്പ്. അപ്പോൾ ഇതിൻ്റെ ആ ടാപ്പും കംപ്ലയിൻറ്റാണ്. കാരണം ത്രൂ ഔട്ട് കണ്ടോ, ഇത് വണ്ടി മൊത്തം അഴിച്ചു വെച്ചാൽ കാണാം ത്രൂ ഔട്ട് ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കുക. ശരിക്കും അങ്ങനെ പെട്രോൾ വരാൻ പാടില്ല. വണ്ടി സ്റ്റാർട്ടാവുന്ന സമയത്ത് മാത്രമാണ് ടാങ്കിൽ കിടക്കുന്ന പെട്രോൾ കാർബേറ്ററിലേക്ക് സപ്ലൈ പാടുള്ളൂ. അതാണ് ശരിക്കും അതിൻ്റെ ഫംഗ്ഷൻ. ഇതിപ്പോൾ അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അത് കംപ്ലയിൻ്റ് പെട്രോളിൻ്റെ ടാപ്പും ആ പൈപ്പും മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ പറഞ്ഞ കാർബേറ്റർ ക്ലീനിങ്ങും സ്ലോ ജെറ്റും ഫ്ലോട്ട് വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട്. അത് മാറ്റിയിട്ട് സെറ്റ് ചെയ്താലാണ് നമുക്ക് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും ക്ലീൻ ചെയ്ത് നോക്കിയാൽ തരുള്ളൂ. അപ്പോൾ ഞാൻ ആ രീതിയിൽ സെറ്റ് ചെയ്ത് നോക്കാം. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ കേട്ടോ. 90% കാർബേറ്റർ മാറ്റേണ്ടി വരും എന്നുള്ള ധാരണയിൽ തന്നെ വേണം നമ്മൾ ഇരിക്കാനായിട്ട്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ക്ലീൻ ചെയ്ത് നോക്കാം എന്ന് മാത്രം. പിന്നെ സെൽഫ് വർക്ക് ചെയ്യില്ല. സെൽഫ് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാറ്ററിയുടെ കംപ്ലയിൻ്റാണ്. ബാറ്ററി നമുക്കിതിപ്പോൾ ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി. വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 9 സംതിങ് ഒക്കെയാണ് വോൾട്ട് തന്നെയുള്ളൂ. അതായത് നമ്മളിപ്പോൾ ചാർജിലേക്ക് ഇട്ടിട്ടും കുറച്ച് നേരം എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഡൗൺ ആയി പോവാം, നേരെ താഴേക്ക് പോകാന്നുണ്ട. നമ്മളിപ്പോൾ ലോഡ് ടെസ്റ്റ് നടത്താമെന്ന് കരുതിയിട്ട് ലോഡ് ടെസ്റ്റിലേക്ക് കൊണ്ടുപോയാൽ മൊത്തം കട്ട് ഓഫ് ആയി പോവാം. 3 വോൾട്ട് ആ ഇതിനകത്തേക്ക് വന്നാൽ ഫുള്ളായിട്ട് കട്ട് ഓഫ് ആയി പോവാം. അത് അത്രയ്ക്കും ലോയാണ് ബാറ്ററിയുടെ അവസ്ഥ. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ ഫങ്ഷൻ കറക്റ്റ് ആവുള്ളൂ. സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററി പവർഫുൾ ബാറ്ററി ആയിരിക്കണം. അപ്പോൾ അതും ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ അതും കൂടി ബാറ്ററിയും കൂടി ഉൾപ്പെടുത്തി ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വേറെ നമുക്ക് വർക്കുകൾ ചെയ്യുന്ന സർവീസോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നാളെയാണ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.